അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ബോട്ടി. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി കൂടിയെന്ന് തോന്നുന്നു, സാരമില്ല, വെളിച്ചെണ്ണ. അപ്പോൾ നമ്മളിപ്പോൾ ഇടണ്ട. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം, എന്നാലേ ചിലപ്പോൾ ശരിയാവുള്ളൂ. നോക്കാം. പിന്നെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് തന്നെ അടിപിടിയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് ഉള്ളി, സവോള, ഇഞ്ചി, പച്ചമുളകെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതാണ്ട് 7 വിസിൽ കേൾപ്പിച്ചു. നമുക്കിത് വെന്തോ നോക്കാം. വിസിലെല്ലാം പോകും. കണ്ടിട്ട് വെന്ത പോലെ തോന്നണൊക്കെ ഉണ്ട്. അറിവിനോടൊന്നും ചോദിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ തീ നല്ല രീതിയിൽ കുറച്ചിട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മളെന്തായാലും ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അത്ര ഇഷ്ടമില്ല. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്ര സാധനമാണ് നമ്മൾ ഇടാൻ പോണത്. നമ്മളെന്തായാലും ജീരകമൊന്നും ഇടല്ല. ജീരകം, കറിവേപ്പില ഇതൊക്കെ നമുക്ക് അധികം പറ്റായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ആദ്യം ഉള്ളി, എങ്ങനെയാണോന്നൊന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു അവിടെ എവിടെയും അറിഞ്ഞൊരു എന്താ പറയുക, മുറി. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കും. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കും അല്ലേ? ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇല്ല, വിളിക്കുന്നടാ. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ പ്രോ ഷെഫ് മാള് പറഞ്ഞ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. മസാല ചേർക്കേണ്ട സമയമായോ? അതൊക്കെ ഇത് അടി പിടിച്ച് തുടങ്ങിയതുണ്ടോ? അല്ല, ഇത് കറുത്ത് തുടങ്ങിയതുണ്ടോ? ഇതവിടെ അതാ പറയാ, അത് ഒരുപോലെ വരണേ. ഇവിടെ പിടിച്ചു ഞാൻ അതായിട്ട് സെറ്റ് ചെയ്ത് തരാം. ഇവിടെ പിടി. ഇതിന് ഈ പാക്കറ്റൊന്നും വേണ്ട ഇത് പിടിക്കാൻ. നൂറിലിട്ട് വയറ്റിക്കൊണ്ടൊന്നും ഇവിടെ മിക്കൊക്കെ ഉള്ളത്. ഇത് അടി പിടിക്കും. ഒരു കണ്ടന്റ് ആവും. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അടി പിടിക്കുന്നു. പ്രോ ഷെഫ് ഒന്ന് നമ്മുടെ ഇതിൽ വന്ന് കറിയിട്ട് എല്ലാം കൊളാക്കി ഞാനൊന്ന് തേച്ച് വെളുപ്പിച്ചെടുത്ത പാത്രമാണ് പരിപാടിയത്.
പൊടി, കുറച്ച് മല്ലി, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് അധികം മുളക് പൊടി, കുറച്ച് ഗരം മസാല, മിക്സ്. ഉള്ളിയുമൊക്കെ എല്ലാത്തിലും നല്ലപോലെ അതിലൊക്കെ അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടി വേവിക്കാൻ വെച്ച വെള്ളം അതാദ്യം കുറച്ചതിനകത്തേക്ക് ഒഴിക്കണം. ഓക്കെ, എല്ലാം കൂടി ഒന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണം വന്നു കഴിയുമ്പോൾ നമ്മൾ ബോട്ടി നമുക്കിതിനകത്തേക്ക് തട്ടാം. അപ്പം ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. ലേശം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നല്ലപോലെ ഇളക്കി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടി റെഡി. ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ, മൂടി വയ്ക്കേണ്ടായി. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കുറച്ച് ചാറും ആ ഒരു സെറ്റപ്പിൽ. അതിലിനി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട്. എരിവ് ഇച്ചിരി കൂടിയുണ്ട് കുരുമുളകിൻ്റെ. കുഴപ്പമില്ല. നല്ല കിടിലൻ ബോട്ടി കറി സെറ്റായിട്ടുണ്ട്.